അനുജ Present. വിഷ്ണു പ്രസന്റ് ടീച്ചർ. നിക്കി ബാബു Present teacher. ഷിബിലി Present. പ്രജിത Present teacher. റനീഷ് പ്രസന്റ് ടീച്ചർ. ശബന Present teacher. റോഷിൻ പ്രസന്റ് ടീച്ചർ. ജിത Present. വിനീത് പ്രസന്റ് ടീച്ചർ. ഐശ്വര്യ Present teacher. ലിബിൻ പ്രസന്റ് ടീച്ചർ. അഞ്ജലി 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 ഇന്ന് വന്നില്ലേ? അവളിന്ന് വന്നിട്ടില്ല ടീച്ചർ. ശ്രീജിത്ത് പ്രസന്റ് ടീച്ചർ. ശ്രീകല Present. സുനിൽ പ്രസന്റ്. നന്ദിത Present. നിഖില Present teacher. അരുൺ പ്രസന്റ് ടീച്ചർ. ടീന Present teacher. പ്രീത Present. മഞ്ജുള Present teacher. റജി പ്രസന്റ്. കണ്ണൻ പ്രസന്റ് ടീച്ചർ. സൈനു നജീബ് പ്രസന്റ് ടീച്ചർ. സൈന Present teacher. ഷാനു പ്രസന്റ് ടീച്ചർ. സ്മൃതി Present. Teacher. ശ്രീനാഥ് പ്രസന്റ്. കയറി വാ. എന്താ വൈകിയത്? എന്തു പറ്റി അഞ്ജലി? അമ്മയ്ക്ക് തീരെ സുഖമില്ല. അമ്മയ്ക്ക് എന്തു പറ്റി? 2 ദിവസമായിട്ട് നല്ല പനിയാ, ചുമയുണ്ട്. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ ചുമച്ച് ചോര തുപ്പി. സാരമില്ല കേട്ടോ, അമ്മയുടെ അസുഖമൊക്കെ മാറും. മോള് പോയിരുന്നോളൂ. അഞ്ചു എന്ന് വരില്ല എന്ന് കരുതി ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മാത്സ് എഡ്യൂക്കേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്കൊന്ന് പറഞ്ഞു തരണേ. സൈലൻസ്. ടീച്ചറെ, ഒന്ന് നിന്നേ. അഞ്ജലി ഇന്ന് നേരം വൈകിയാണല്ലോ വന്നത്. എന്തു പറ്റി? ആ കുട്ടിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്രേ. ഇപ്പോഴത്തെ അസുഖം കൂടിയതോ അതോ മറ്റു വലുതോ? ഇത് അതൊന്നുമല്ല, പനിയും ചുമയൊക്കെ ആണെന്നാ പറഞ്ഞേ. ചുമച്ച് ചോര തുപ്പിയത്രേ. എന്നാ പിന്നെ ആ കുട്ടി എന്തിനാ സ്കൂളിൽ വന്നത്? അമ്മയെ നോക്കാൻ വേറെ ആരാ ഉള്ളത്? ടീച്ചർക്ക് അറിയാലോ, ഒരു ദിവസത്തെ ക്ലാസ് കളയുക പറഞ്ഞാൽ അതിന് ഭയങ്കര വിഷമാ ടീച്ചറെ. എല്ലാ സുഖസൗകര്യങ്ങളുള്ള കുട്ടികൾക്ക് പോലും ഇത്രയും താല്പര്യം കാണില്ല പഠിക്കാൻ. മറ്റു കുട്ടികൾക്ക് അവളൊരു മാതൃകയാണ്. അഞ്ചു, നീ കരയായിരുന്നോ? നീ ഇന്ന് ചോറ് കൊണ്ടുവന്നില്ലേ? ഇല്ല, ഞാനിന്ന് അമ്മയുടെ അടുത്ത് നിന്നാണ് സ്കൂളിലേക്ക് വന്നത്. എന്നാ ഇത് നീ കഴിച്ചോ? എനിക്ക് വേണ്ട. വിശന്നിരിക്കണ്ട, ഇത് കഴിക്കുക. എനിക്ക് വിശക്കണില്ല. എൻ്റെ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. നീ കുറച്ചെങ്കിലും കഴിക്ക്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. നിനക്ക് കൂടി എന്തെങ്കിലും വന്നാ പിന്നെ അമ്മ ആരാ നോക്കുക? കഴിക്ക. എനിക്ക് കുറച്ച് മതി. എന്നാ നമുക്ക് രണ്ടാൾക്കും കൂടി കഴിക്കാം. എനിക്ക് മതി. എന്നാ നീ എഴുന്നേറ്റ് പോയി കൈ കഴുകിയിട്ട് വാ.
ബാക്കി പൈസ. ആ അത് നീ വെച്ചോ. ചുമക്കുള്ളൊരു കുപ്പി മരുന്ന്. അമ്മേ, എഴുന്നേക്കമ്മേ. ആരാ? ആരാ അവിടെ? ഇത് കഴിക്കമ്മേ. കഴിക്കമ്മേ. കുറച്ചുകൂടി കഴിക്കമ്മേ. ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. മരുന്ന് കുടിക്കമ്മേ. ആ ഇതുകൂടി. ഉറങ്ങിക്കോട്ടോ. നേരം വെളുക്കുമ്പോ അമ്മയുടെ അസുഖമൊക്കെ മാറും. ദ്വിമാന സമവാക്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് രൂപം എന്താണ്? പറയൂ. a² + bx + c = 0. ഇരിക്കെ. ദ്വിമാന സമവാക്യത്തിൻ്റെ മൂല്യം കാണാനുള്ള ഫോർമുല. -b +or - താൻ പറയൂ. പറയൂ. -b ± √b² - 4ac/2a. ഇരിക്കെ. എന്താ പഠിക്കാതിരുന്നത്?
ഇന്ന് ഈ ഇക്വേഷൻ പഠിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? നിങ്ങളെന്താ പഠിക്കാതിരുന്നത്? ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാം. പറയൂ, അതാണോ നിങ്ങളുടെ പ്രശ്നം? പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി സാമർഥ്യവും ഇല്ലേ? സമ്പത്തും സാഹചര്യങ്ങളും ഇല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്കൊരൊറ്റ ഉത്തരവാദിത്വമേ ഉള്ളൂ: പഠിക്കുക, അതിൽ വിജയം കണ്ടെത്തുക. വളരെയധികം കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരേ ഒരു സന്തോഷം നിങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഉയരുക എന്നുള്ളതാണ്. അതുമാത്രമാണ്. 100 കോടിയിൽ പരം ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാനുള്ള കഴിവും പ്രാപ്തിയുമില്ലാതെ കുട്ടികൾ ബാലവേലയ്ക്കിറങ്ങുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ 100% സാക്ഷരരാണെന്ന് അഭിമാനം കൊള്ളുന്ന കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമേ അത്തരം കുട്ടികൾ ഉണ്ടാവുന്നുള്ളൂ. പഠിക്കണമെന്ന് നിങ്ങൾക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് ഗതികേടിലും കൊടിയ ദാരിദ്ര്യത്തിലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ, പരീക്ഷകളിൽ വിജയിച്ചില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ ഇന്ന് കരുതി വയ്ക്കുന്ന അറിവിൻ്റെ ധാന്യമണികളാണ് നാളെകളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശപ്പകറ്റുന്നത്. ഈ നാണയത്തൊട്ടുകളാണ് നാളേക്കുള്ള സമ്പാദ്യങ്ങളാകുന്നത്. അവിടെ നിങ്ങൾക്കാരെയും ആശ്രയിക്കാതെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാവണം. അത് സ്വയം തോന്നണം. അപ്പോഴാണ് നിങ്ങളൊരു വ്യക്തിയാവുന്നതും നിങ്ങളിലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നതും. എല്ലാവരും ഇരിക്കുക. എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത്? സുഖമില്ലാത്തതല്ലേ അമ്മയ്ക്ക്? കുട്ടികളെ പിടുത്തക്കാരനാ നോക്കുന്ന കണ്ടില്ലേ? നോക്കണ്ട, വേണ്ട. അല്ലമ്മേ, അതെന്റെ മാഷ. അമ്മേ, പിടിച്ചോണ്ട് പോ. എന്റെ മോളെ തരൂല. ശ്യാം, താൻ കരുതുന്ന പോലെ അഞ്ചിൽ ഒരു അനാഥ കുട്ടിയോ നാടോടി കുട്ടിയോ ഒന്നുമല്ല. അവൾക്കും ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു ജീവിതം. വീട്, അച്ഛൻ, അമ്മ, അങ്ങനെയെല്ലാം. പിന്നെ എങ്ങനെ? വിധി. ആർക്കും പ്രവചിക്കാനാവാത്ത, തടഞ്ഞു നിർത്താനാവാത്ത വിധി. കടബാധ്യത തീർക്കാനാവാതെ അച്ഛൻ ആത്മഹത്യ ചെയ്തപ്പോൾ അനാഥരായി പോയൊരു അമ്മയും കുഞ്ഞും. പെൺകുട്ടി വളർന്നൊരു ബാധ്യതയായി പോകുമെന്ന് ഭയന്ന് ബന്ധുക്കളെല്ലാം കൈയൊഴിഞ്ഞപ്പോഴും കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാതിരുന്ന ആ സ്ത്രീ ജീവിക്കാൻ തൻ്റെ ഇടം കാണിച്ചു. ആരുടെയൊക്കെ വീടുകളിലെ വിഴുപ്പലക്കിയും എച്ചിൽ കഴുകിയും അവർ മകളെ പഠിപ്പിച്ചു. അവരുടെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു ആ പെൺകുട്ടി. പക്ഷേ അവർ ജോലി ചെയ്യുന്ന വീട്ടിലെ മധ്യവയസ്കനായ ഗൃഹനാഥനൊരിക്കൽ 12 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ആ അമ്മയുടെ മനസ്സിന്റെ താളം തെറ്റി. എന്നിട്ട് പക്ഷേ അവൾക്ക് പഠിക്കണമായിരുന്നു. അമ്മയുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണമായിരുന്നു. അതുകൊണ്ട് ഓരോ വീടുകളിലും പാത്രങ്ങൾ കഴുകിയും തുണി അലക്കിയും അവൾ പഠിക്കാനുള്ള വക കണ്ടെത്തി. അമ്മയ്ക്കുള്ള അന്നം കണ്ടെത്തി. അഞ്ജലിയുടെ കഥ കേട്ടിട്ട് എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല മാഷേ. റിയലി അൺബിലീവബിൾ. ജീവിതത്തിൽ എന്താണോ സംഭവിച്ചുകൂടാത്തത്? എന്ത് സംഭവിക്കാം, അതാണ് ജീവിതം. സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ പലരും അതെല്ലാം വിശ്വസിക്കാറുള്ളൂ എന്ന് മാത്രം. എന്നിട്ട് ഇവരെ സഹായിക്കാൻ സാമൂഹ്യ സംഘടനകളൊന്നും തയ്യാറായില്ലേ? ചില ഓർഫനേജുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. കുട്ടിയെ ദത്തെടുക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ അമ്മ, മാനസിക രോഗിയായ ആ സ്ത്രീയെ കൂടി സംരക്ഷിക്കാൻ ആരും തയ്യാറല്ലായിരുന്നു. മാത്രമല്ല, അമ്മയെ പിരിഞ്ഞിരിക്കാൻ ആ കുട്ടി സമ്മതിക്കില്ല. പിന്നെന്താ മാഷേ ഒരു പ്രതിവിധി? പ്രതിവിധി ഒന്നേ ഉള്ളൂ.
അവർക്ക് താമസിക്കാൻ ഒരു വീട്, ഒരു കൊച്ചു വീട്. അത് താൻ വിചാരിച്ചാൽ, തന്റെ പത്രം വിചാരിച്ചാൽ സാധിക്കില്ലേ? സാധിക്കും, എനിക്ക് ഉറപ്പാണ്. ഞാനൊന്ന് ട്രൈ ചെയ്യാം മാഷേ. വെറുതെ ശ്രമിച്ചാൽ പോരാ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ശരി മാഷേ, തീർച്ചയായും.